ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം ഇന്ന് കേരളത്തിൽ അവസാനിക്കാനിരിക്കെ എറണാകുളത്ത് എന്താണ് പ്രതീക്ഷകൾ നോക്കാം. ശ്രീകാന്ത് നൽകും ഏറ്റവും പുതിയ വിവരങ്ങൾ. ശ്രീകാന്ത്, ഗുഡ് മോർണിംഗ്. എറണാകുളം ഇത്തവണ ആര് നീന്തിക്കയറുമെന്നാണ് ചോദ്യം. ഹൈബീഡൻ ഇത്തവണ വീണ്ടും ഭൂരിപക്ഷം കൂട്ടുമെന്ന് UDF ക്യാമ്പ് പറയുന്നു, പക്ഷേ അത് തിരിച്ചടിക്കുമെന്ന് LDF ക്യാമ്പ് പറയുന്നു. ഒപ്പം NDയുടെ പ്രതീക്ഷകൾ എന്ത്? ഇന്ന് കൊട്ടിക്കലാശം എവിടെ കേന്ദ്രീകരിക്കും? വെരി ഗുഡ് മോർണിംഗ് പ്രജിൻ. ഇന്ന് ഈ എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ സംസ്ഥാനത്തെമ്പാടും എന്ന പോലെ അവസാന ഘട്ടമാണ്. ഇന്ന് കൊട്ടിക്കലാശത്തിലേക്ക് നീങ്ങുന്നു. വലിയ വീറും വാശിയും സംസ്ഥാനത്തുടനീളം പ്രകടമായിരുന്നു. എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം സത്യസന്ധമായി പറഞ്ഞാൽ അത്ര വലിയ ആവേശം കാണാൻ സാധിച്ചിരുന്നില്ല ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത്. പക്ഷെ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ വീറും വാശിയും എന്നാൽ അവസാന ഘട്ടത്തിൽ കാണാനും ഉണ്ടായിരുന്നു. ഹൈബീഡനെ സംബന്ധിച്ചിടത്തോളം തുടർച്ചയായ ജയം തേടിയാണ് ഹൈബീഡൻ ഇറങ്ങുന്നത്. വലിയ ആത്മവിശ്വാസത്തിൽ UDF ക്യാമ്പ് ഉണ്ട്. ഭൂരിപക്ഷം കഴിഞ്ഞ തവണത്തേതിനേക്കാൾ കൂട്ടും എന്നാണ് UDF ക്യാമ്പ് അവകാശപ്പെടുന്നത്. പക്ഷേ ശക്തയായ സ്ഥാനാർത്ഥിയെ, താഴെത്തട്ടിൽ നിന്നും വരുന്ന പറവൂർ നഗരസഭാംഗം കൂടിയായ സ്ഥാനാർത്ഥിയെ കളത്തിലിറക്കി ഹൈബീഡന് വെല്ലുവിളി ഉയർത്തി എന്നാണ് LDF ക്യാമ്പ് അവകാശപ്പെടുന്നത്. അത്ര സുഗമമായി ജയിച്ച് കയറും ഹൈബീഡൻ എന്ന് പ്രതീക്ഷിക്കേണ്ട എന്ന് അവരും പറയുന്നു. BJPയും ഇറക്കിയിരിക്കുന്നത് അവരുടെ ആവനാഴിയിലെ ഏറ്റവും ശക്തമായ സ്ഥാനാർത്ഥിയെ തന്നെയാണ്. ഡോക്ടർ KS രാധാകൃഷ്ണൻ. വലിയ തോതിൽ സ്വാധീനം അദ്ദേഹത്തിന് ഈ മണ്ഡലത്തിലുണ്ട്. മണ്ഡലത്തിൽ തന്നെ താമസക്കാരൻ കൂടിയാണ് ഡോക്ടർ KS രാധാകൃഷ്ണൻ. വോട്ട് വർധനവ് എന്തായാലും ഉണ്ടാകുമെന്ന് BJP ക്യാമ്പും അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ട്. പാലാരിവട്ടത്ത് കൊട്ടിക്കലാശം ഇന്ന് വൈകുന്നേരത്ത് സജ്ജീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം ടൗൺ ഹാളിന്റെ അവിടെ ഈ പാലാരിവട്ടത്ത് LDFന്റെയാണ് കൊട്ടിക്കലാശം നടക്കാൻ പോകുന്നത്. ടൗൺ ഹാളിന് മുന്നിൽ UDF അവരുടെ കൊട്ടിക്കലാശം സജ്ജീകരിച്ചിട്ടുണ്ട്. തൊട്ടടുത്തായി തന്നെ മാധവ ഫാർമസി ജംഗ്ഷൻ കച്ചേരിപ്പടിക്ക് സമീപം BJPയുടെയും NDAയുടെയും ശരി, അപ്പോൾ അതാണ് എറണാകുളത്തെ ചിത്രം. അത് ശ്രീകാന്താണ് വാർത്താ റിപ്പോർട്ട്.